ഹലോ ഫ്രണ്ട്സ്, അപ്പം നോക്കുകയാണെങ്കിൽ നമ്മളിന്ന് ചാനലിൽ എന്ത് വീഡിയോ ഇടുന്ന രീതിയിലാണ് ഒരു കാര്യമല്ല. നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ജോക്കർ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലെയറായിട്ട് ഇപ്പം നിൽക്കുന്ന ഈ ജോക്കർ മാത്രമല്ല, വേറെ എല്ലാ ജോക്കറും വന്നിട്ടുണ്ട്. റിട്ടേൺ കാര്യങ്ങളൊക്കെ നമ്മൾ സ്പിൻ ചെയ്ത് നോക്കി നമുക്കൊന്നും കിട്ടിയില്ല, ടോക്കൺസ് മാത്രം തന്നിട്ടുള്ളൂ. നമ്മൾ ചോദിച്ചെന്നാൽ ഇതിട്ടൊരു CS റാങ്ക് കാര്യങ്ങളൊക്കെ കളിച്ചു നോക്കുകയാണ്. അല്ല, എല്ലാവർക്കും പോയി ഒരു റെസ്പെക്റ്റ് എന്താ പറയുക, ഇത് കാണുമ്പോൾ റെസ്പെക്റ്റ് ഉണ്ടോ നോക്കാം നമുക്ക്. നോക്കി നോക്കാം നമുക്ക്. Free Fire India is set in a virtual. The young Tatsuya knows how to get things done. I eat, I fight, I eat again. Shall we give them a sweet dream or a nightmare? എന്തായാലും ടീം നല്ല പ്ലേയേഴ്സ് ആണെന്നാണ് തോന്നുന്നത്. നമ്മളെന്തായാലും USP പ്ലെയർ ആയതുകൊണ്ട് നമ്മൾ US മാത്രം എടുക്കുന്നത്. മാർക്ക് ഇവിടെ എല്ലാം ഭായിമാരാന്നാണ് തോന്നുന്നു. ഇപ്പോൾ രണ്ടുപേരോടെ ഒരു ബോൺഫയർ കിട്ടും ഇമോട്ടിട്ട് ഇവിടെ നിന്ന് പട്ടി കാണിക്കുക. അവർ മാക്സിനുള്ള വെളിയിൽ കൊണ്ടുവരാൻ നിന്ന് ഇരുന്ന് പഠിക്കുന്നു. നേരം മൈൻഡ് ചെയ്യുകയും ചെയ്തതെല്ലാം ഒരുത്തിന് നല്ല ഡയമണ്ട് കണ്ടുകൊടുത്തിട്ട് അവൻ എന്നെ അടിച്ചിട്ട് DJ ബായ അടിച്ചപ്പോൾ ഇവൻ കളിക്കാൻ ഒരുത്തൻ ചത്തുരുമായി. ഫസ്റ്റ് റൗണ്ട് DJ ഇവൻ ഈസാണ് അല്ലേ, അവൻ ഡബിൾ കിൽ. അവനാണെങ്കിൽ ഒരു റെസ്പെക്റ്റും ചെയ്യുന്നില്ല. അവൻ ഇട്ടിക്കുന്ന അത്യാവശ്യം റോളിൽ പഠിക്കുന്നതാണ്. നമ്മളൊരു റെസ്പെക്റ്റ് ഒന്നും കാണിക്കുന്നില്ല ഈ പഴയ ജോക്കറിൻ്റെ. എന്തായാലും അവന്മാർ ചോദിച്ചിട്ടുണ്ടാകും ആരുടെയും ജോക്കറൊക്കെ വരുന്നത്. ഇപ്പം എല്ലാ ജോക്കറും കോളനി ഇത് മുമ്പേ മാജിക് ക്യൂബിൽ കൊണ്ടുവന്നിട്ടുള്ളതാണെങ്കിലും അത്യാവശ്യം റെയർ സ്കിന്ന് തന്നെയാണ് ഇപ്പോഴും. മറ്റേ ജോക്കർ ഇപ്പം ഉള്ള അത്യാവശ്യം ഈ 1000 ഡയമണ്ട് ചില്ലായിരുന്നു. ഇത് കുറച്ച് ഓൾഡായി, മാക്സ് ഒരു 5 ഇയർ ഓൾഡ് ഉള്ള ഒരു വിലപ്പുകളാണ് ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ഈ ജോക്കർ പൊട്ടിച്ചില്ല. പക്ഷേ ഈ ജോക്കർ ഞാൻ ചെറിയ ഡയമണ്ടേ പൊട്ടിച്ചു. ഒരു 100, 120, 150 ഡയമണ്ട് എങ്ങാണ്ട് ഞാൻ പൊട്ടിച്ചു കൊടുത്തു. കാര്യം എൻ്റെ നെയിമൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ ടോക്കൺസ് അടിച്ചാലോ, എങ്ങാനും വല്ല അടിച്ചാലോ. അതൊക്കെ വന്നപ്പോൾ സമയത്തൊരു ഡ്രീമായിരുന്നു എടുക്കാൻ. വലിയ ഇതില്ല, വല്ല അടിച്ചാലും സ്പിൻ ചെയ്ത ടോക്കൺ കിട്ടി നമ്മൾ പേര് മാറ്റി നമ്മൾ ചാനൽ നെയിമേനെ ഇട്ടു ഉണ്ടല്ലോ. അതിൽ സെക്കൻഡ് കളി നമ്മൾ അടിച്ചിട്ടുണ്ട്. എടാ, ന്യൂ ജോക്കർ VS ഓൾഡ് ജോക്കറാണ് ഇവിടെ അവർ വന്നിട്ടുള്ളത്. ഒരുത്തരാണെങ്കിൽ ഓൾഡ് മറ്റേ ഇപ്പോൾ ഇട്ടൊന്ന് ന്യൂ ജോക്കർ ആയാലും കിട്ടുമെന്ന് കേട്ടിട്ട് ഓക്കെ. അവൻ ഇമോട്ടും അടിച്ചു കുത്തി. ബ്രോ, ഒരു റെസ്പെക്റ്റേഷൻ ഇല്ല മുത്തി. റെസ്പെക്റ്റ് സീസണകത്ത് ഞാൻ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ പക്ഷേ ഒരു റെസ്പെക്റ്റേഷൻ ഇല്ല. അത് നമുക്ക്
അവന്മാർക്ക് അടിച്ചൊരു ട്രിപ്പിൾ കാര്യങ്ങളൊക്കെ എടുത്ത് അവന്മാരെ അടിച്ച് ട്രിപ്പിൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. ഒരു മാസം കാണിച്ചിട്ടുണ്ട് നമ്മൾ. ഇതാ മാസമൊക്കെ ഒരാളെ കുത്തി പിടിച്ചു, ഒരാളെ അടപൊളത്തിനടിച്ചിട്ട്, ലാസ്റ്റ് സോണിട്ട് തിമത്തി. അതിനിടയിൽ മൂന്നൊക്കെ തിമത്തി എങ്ങനെ ചത്തേ ചത്തേ തിരിഞ്ഞ് ഡൗണാ. ഇന്നത്തെ റിവ്യൂ ആണെന്നത് ഞാൻ പിന്നെ ഇതിൽ പോയി ഇങ്ങോട്ടിട്ട് കളിക്കാൻ പിന്നെ വേണം. റിസ്ക് ഞോട്ടാണ് ബ്രോ. എന്തായാലും ആ ജോക്കർ, ആ ഒരു ന്യൂ ജോക്കറിനെ കൂടെ ഒരു ഏസ് ആവേണ്ടായിരുന്നു. അവൻ അന്തർദേശത്തൊക്കെ ചെത്തുന്നു. കുഴപ്പമില്ല, ഏസ് ഉണ്ട്. നമുക്ക് കളി കാര്യങ്ങളും മടുത്തു. എന്തായാലും കമ്പയൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ ഓൾഡ് ജോക്കറായിട്ട് ഇനി വരട്ടെ. പവർ വരട്ടെ, പവറാവട്ടെ. എന്തായാലും പവറാവട്ടെ. ഒരു റഷ് ചെയ്യാൻ എന്തെങ്കിലും സാധനം റഷ് ചെയ്യാൻ നോക്കാം. അവരെന്തായാലും ഫ്രണ്ടോ റഷ് ചെയ്യും. അവരെന്താണ് ഇതൊരു ആരെങ്കിലും ഇവിടെ നിന്ന് റഷ് ചെയ്യാം. അതൊന്നും തന്നെ റീവ് ഇടാന്നിട്ട് തിരക്കി അമ്മമാരെ എവിടെ എനിക്ക് ഇവിടെ അത്ര ഉള്ളൂടെ. ബായ് റേക്കറ ബായ് ഇല്ലേ നമ്മളിപ്പം ചത്തേനെ. ബായ് രക്ഷിച്ച് നമ്മളെ നല്ല ഒരുപാട് അടിച്ചു ചെയ്യും. ലാസ്റ്റ് ജോക്കറിനെ ഉള്ളത് അങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇതും കൂടെ അടിച്ച് നമ്മളെ രണ്ടൊക്കെ ട്രിപ്പിളായിരിക്കും. ഓക്കെ, എന്തായാലും ഡബിളായി, കുഴപ്പമില്ല. അൻപ എടുത്തിട്ടുണ്ട്. നേരത്തെ ഒരു സന്തോഷമുണ്ട്. ഈ മുമ്പേ ഈ ക്ലൗൺ ബണ്ണിൽ റിട്ടേൺ വരുന്ന സമയം വരെ ഈ ജോക്കറിനെ കുറച്ച് പേര് പോലും റെസ്പെക്റ്റ് ചെയ്യുന്നത് പറയുമ്പോൾ ഈ മറ്റേ ഇൻക്യുബേറ്റർ ജോക്കർ ഉണ്ടായിരുന്ന ആ ഈ ജോക്കറിന് ചെറുതായിട്ടെങ്കിലും ഒരു ഓൾഡ് ജോക്കറാണെന്നുള്ള ഒരു റെസ്പെക്റ്റേഷൻ ആയിരിക്കും. റിട്ടേൺ വന്ന സമയം ഈ ജോക്കറിനൊരു വില വന്നു. റിട്ടേൺ വന്നതിൽ സങ്കടം ഉണ്ടെങ്കിലും ഈ ജോക്കറിനൊരു വിലയുണ്ട്. കാര്യം ഇപ്പം കുറച്ച് എല്ലാ ജോക്കറിലും കുറച്ച് ഓൾഡ് ഈ ജോക്കറാണ് ഇപ്പോഴത്തെ. ഈ ജോക്കർ റിട്ടേൺ കൊണ്ടുവന്നുകൊണ്ട് കുറച്ചെങ്കിലും ടോപ്പ് അപ്പ് ചെയ്യാത്ത പ്ലേയേഴ്സിൻ്റെ കാണും. വലിയ ഒരു റെയർ കളക്ഷനെങ്കിലും വലിയ ടോപ്പ് അപ്പ് ചെയ്യണ ഒരു ഓൾഡ് അക്കൗണ്ടൊക്കെ ഉള്ളവർ ചെയ്യുമ്പോൾ അതാ ഇതങ്ങ് എടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കാം. ഇതൊക്കെ നിഞ്ചയിലുണ്ടോ? നിഞ്ചയിൽ ന്യൂ ജോക്കറില്ലാതെ എത്ര ഓൾഡായിട്ട് എടുത്ത് കുറേ പ്ലേയേഴ്സ് ഉണ്ട്. എന്തായാലും അവരൊന്നും പറയാൻ പറ്റത്തില്ല. അവർക്കൊന്നും മാസം ഉണ്ടായത്. പക്ഷെ ഇപ്പം മാസം നമുക്കാണ്. അവർ ഫ്രണ്ട് കൃഷി കൊടുക്കാൻ വിചാരിച്ചു. എന്തായാലും അതൊന്നും 21 ഓക്കെ അറിയാതെ. Help me! Enemy spotted. ഞാൻ വേറൊരു ആവശ്യത്തിന് പോയ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വേറൊരു ആവശ്യത്തിന് പോയപ്പോഴാണ് എൻ്റെ ഒരുത്തനെ അടിച്ചിട്ട് പറയുന്നത് സ്പീഡിട്ട്. ഭായിമാർ കടെടുത്താൽ മതിയായിരുന്നു. ബായി അത്രയുള്ളൂ ഭായി, അത്രേ ഉള്ളൂ ഭായി. ഞാൻ ഒരുത്തിനും കൂടെ ഒരു മണ്ടനും കൂടെ അടിച്ചോ കളി കിട്ടിയാൽ മതി. അയ്യോ ചത്ത് അടിക്കടാ, അത്രേ ഉള്ളൂടാ. അത്രയും ഭാഗ്യം വായിപ്പിച്ചു. വീണ്ടും നമ്മളാണെങ്കിൽ ഒന്നും നോക്കില്ല, റിച്ചായിട്ടങ്ങ് അടിച്ച് പൊളിച്ചെടുക്കുകയാണ്. എല്ലാം വാങ്ങിച്ചു എന്തോരം വാങ്ങിച്ചു. ടാക്സ് അങ്ങനെ ഒരു ബായി കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ സാധനം നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്. നല്ല രീതിക്ക് നമ്മളാണെങ്കിൽ
ഈ കളിക്കുന്നുണ്ട്. ഇതൊരു ഡബിൾ എ ഡബ്ല്യൂയും വേണ്ടായിരുന്നു. എടാ സിംഗിൾ എ ഡബ്ല്യൂയും സിംഗിൾ യൂണിയും ആയിരുന്നു. കുഴപ്പമില്ല. എല്ലാവരും എന്തായാലും എല്ലാ കളിയിലും പറ്റാറുണ്ട്. ഓക്കെ എന്തായാലും വേറെ ഡൗൺ ആകുമ്പോൾ പഴയ ജോക്കർ അവൻ്റെ ഡിസ്കസ് പറ്റി അവന് കിട്ടിയിട്ടുണ്ട്. ആദ്യം ബഹുമാനിക്കാൻ പിടിക്കണം. ഇത്ര വലിയ ബണ്ട് കിട്ടപ്പോഴേ ആണെങ്കിലും അവരുടെ ഒരാളെ നമ്മൾ വിധത്തിലാണോ ഉറച്ചു കിടത്തേ കളിയെ ഇവിടെ തീരാണ് നമ്മളെന്തായാലും സെറ്റ് എടുക്കുന്നേ. അറിയത്തുന്നുണ്ട് എന്തായാലും മുന്നോട്ട് മാറിയിട്ട് അതിലാണ് തോന്നുന്നു. എന്തായാലും ടി ജെ ബൈ ഇവിടെ നിന്നുണ്ട്. എവിടെയാണ് പറഞ്ഞ ഫൈനലി പേറു ജിങ്ക ചിക്ക 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 ചിങ്ക ചിക്ക ചിക്ക ബൂയ और वुट या ഇത് ബൂയ പ്യുവർ ഇന്റർനാഷണൽ 9 കിൽ ഗോൾഡൻ മെഡൽ അടിച്ചു. ഗോൾഡൻ ജിങ്ക ചിക്ക ചിക്ക His old Joker power or what? 5-year-old അല്ലേ റെസ്പെക്റ്റ് ചെയ്യാം നമ്മൾ. നീ ഒരു ജോക്കർ ഇട്ടുണ്ടല്ലോ. ഒരു ജോക്കർ ഇവനാണെന്ന് തോന്നുന്നു. ഇവൻ തന്നെ ആ ജോക്കർ കളി. സാധാ ജോക്കറിനെ കണ്ടപ്പോൾ ഇനി ബഹുമാനിക്കാൻ പറ്റൂല പോലും. അതിൽ ഇനി അവൻ ബഹുമാനിച്ചല്ലേ പറ്റൂ. ഇടിച്ച് ഉറക്കി വിട്ടില്ലേ മുത്തേ നമ്മളവനെ. ഏതാ അത്യാവശ്യം നൈസാണ്. എന്നാൽ നമുക്ക് ഈ ഫോട്ടോ എന്നൊക്കെ നമുക്ക് ഒരിക്കൽ കൂടെ പോയി ആ ഗെയിമുകളൊന്നും ഇരുന്ന് കണ്ടിട്ട് വരാം. ലാസ്റ്റ് റൗണ്ട് ലാസ്റ്റ് തടി എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ്. എടാ എനിക്ക് എടാവ ശരിക്കും വന്നിട്ടുണ്ട് കേട്ടോ. വെറുതെ വന്നെൻ്റെ ഫ്രണ്ട് ഇരുന്ന് വന്നു. ആ കില്ല് എന്തായാലും 9 കില്ല് കിട്ടും. ഫസ്റ്റ് കില്ല് നമ്മൾ എവിടെത്തിനെടുത്ത ഈ കളി സ്നൈപ്പറായിരുന്നു. ആദ്യം 200 കമൻറ്റ് അങ്ങനെയാണ് ഉണ്ടാവും നമ്മൾ. UMP എടുത്തോണ്ടൊരു പോക്ക് പോയിട്ട് അവനെ മുമ്പിൽ ചൊറിയോന്ന് എടുത്ത് ഇങ്ങനെ ഒന്നും ഒരു എനിക്കൊരു പിടിയാൻ വിളിച്ച് എന്ത് ചെയ്യാൻ അവിടെ ചാവുന്നൊരു സിറ്റുവേഷൻ ഇല്ലേ. അവൻ ഓടിയിട്ട് വരുന്ന മതി. ഞാൻ എൻ്റെ അതിൻ്റെ ഇടയ്ക്ക് അവനാണെങ്കിൽ ലോങ്ങിലൊക്കെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ടീമിൻ്റെ തന്നെത്തില്ല. നമ്മളാ ഒരു 3 അങ്ങ് അടിക്കും. നമ്മൾ കള്ളി അങ്ങ് ചീറ്റിച്ചു. എൻ്റെ കളി ഇവിടെ അവന്മാരാണ്. പക്ഷെ അവന്മാരാകൊന്ന് കുഴഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ഉടനെ കളി നിർത്തുന്നുണ്ട്. എല്ലാം അടുത്ത അവൻ എല്ലാം തോന്നാടി ഒന്ന് മറ്റു പെണ്ണിയൊന്നും ഇവനെടുത്ത് ഞാൻ തോന്നാറ്. ഞാൻ ആ ചാട്ടി ഊട്ടിയോനെ പോയി അവസാനം ഇവിടെ വെച്ചൊരു കൊടുക്കാനും നോക്കി. ടീമേറ്റ് നമ്മൾ അടി 321 ഉണ്ടാകും. പ്രെഡിക്റ്റീവ് ഷോട്ട്സ് ഇത് കുറച്ചും കൂടി ഡൗൺ ആയാലും നമ്മൾ അടുത്ത എലിമിനേഷനായിരുന്നു വെച്ച് ഇവിടെ നിന്ന് അവൻ ക്രോവാണ്
അവനുണ്ടോണേ ഫസ്റ്റ് ഇല്ല എന്നിട്ട് നമ്മളിവിടെ കഷ്ടപ്പെട്ടി അടിപൊളി കൊള്ളുന്നില്ല 52 കൊടുത്ത് ആക്കി ടി വി ആയിട്ട് കൂടി ഇതൊക്കെ ഇതെന്താ മണ്ടത്തരം ഇവിടെ നോക്കി അവൻ നിൽക്കുന്നു നോക്കി നോക്കിയത് അവന് കുത്തിപ്പിടിക്കാൻ റെഡിയാണ് ഈ ഉടനെ യൂസ് എടുത്തടിക്കാൻ നോക്കി അവൻ നേരെ ഇരുന്നതുകൊണ്ട് തന്നെ അവൻ ചത്തു. ഇതാ നമ്മളെ പോകുന്നത് ഈ നെയിം അങ്ങനെ നമ്മൾ നെയിം പുതിയതാക്കിയിട്ടുണ്ട്. നമ്മൾ മുമ്പത്തെ നെയിമെന്ന് പറയുന്നില്ല. ഞാൻ എന്തായാലും അടുത്തൊരു സീസൺ കൂടെ പോയിട്ട് വരാം. നമ്മളിപ്പോൾ 73 സ്റ്റാർ കാര്യങ്ങളൊക്കെയാണ്. അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും റീജിയൻ കയറാൻ നോക്കുന്നേ കഷ്ടപ്പെട്ട് നമ്മളെന്തായാലും കയറാൻ നോക്കിയിരിക്കും. ഇതേപോലൊരു പൊസിഷൻ 4ാം പൊസിഷനെങ്കിൽ 4ാം പൊസിഷൻ ഈ പുത്തൊരു പൊസിഷൻ ഫെയർ ആയിട്ട് കയറാൻ പറ്റുമെങ്കിൽ കയറണം. അൺഫെയർ അല്ലേ മുട്ടെ, ഫെയർ ആയിട്ട് സ്കൂഡ് വെച്ച് കയറാൻ ചെയ്യാം. എന്തായാലും അടുത്ത സെക്കൻഡിൽ ഏട്ടോളം കിട്ടി. നോക്കി ഈ തവണ എതിർ ടീമുള്ള വലിയ പ്ലേയേഴ്സ് ഒന്നല്ല. നമ്മൾ ജോക്കർ വിട്ടിട്ടില്ല. ജോക്കർ ബണ്ടിൽ റൂട്ടാണ്. എന്തായാലും എല്ലാ യൂട്യൂബേഴ്സിനും ഓരോ ബണ്ടിൽസ് കാണില്ലേ. അപ്പോൾ എൻ്റെ ബണ്ടിൽ ജോക്കറാണ്. OPS1 ലൈവിൻ്റെ ബണ്ടിൽ ഈസ് ജോക്കർ. ഓൾഡ് മാജിക് ക്യൂബ് ജോക്കർ. ഇത് ബണ്ടിലാണ്. ഒരു ബണ്ടിലാണ് ശേഷം അങ്ങനെ ഫസ്റ്റ് തന്നെ USB അടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഏതാ അവൻ അത് പോയി. അത് നൈസ് ഇല്ല പോയി. എന്നാലും വെറും 20 ഡാമേജിൽ ഒരു കില്ല് കിട്ടി. സന്തോഷം. ടീവേറ്റ് വിളിച്ചില്ല. ടീവേജ് ഇപ്പോൾ വിചാരിക്കണായിരിക്കും ഞാൻ ഡാമും കൊടുത്തിട്ട് അവനായ സമയത്ത് എൻ്റെ കില്ലും അവൻ പോയിക്കൊണ്ട് കാണുന്നുണ്ട് അവന്. ഒരാളി നേരത്തെ അവന്മാരുണ്ടെങ്കിൽ ഈ അനുകൂലം നമുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് വെച്ച് എനിക്ക് എടുക്കാനും പറ്റി. നൈസ് ഇതൊക്കെ അടിപൊളി നല്ല സ്കാരം കഴിക്കുന്നു. ഇതിങ്ങി എൻ്റെ വണ്ടിയിൽ ഉറപ്പിച്ച് ഇതെൻ്റെ വണ്ടിയിൽ തന്നെ ഇതിടുമ്പോൾ അല്ലേ നല്ല കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്തായാലും നമ്മുടെ പാനൽ പ്ലെയറൊന്നും ഹേക്കർ പ്ലെയറൊന്നും ഇട്ടതിൻ്റെ മൂന്നാമത്തെ പാർട്ടും കൂടെ ഇനി ഉണ്ട്. അതെന്തൊരു ഇതെന്ന് പറഞ്ഞു. അയ്യോ പറ്റുമ്പോഴാ മാറിയ അയ്യോ അതിൻ്റെയൊക്കെയാണ് കൊന്നെ. ഏടാ ചത്തടാ. ഞാൻ കൊന്നിട്ട് ഭയങ്കര ചുരുച്ചുവാണ്. ഞാൻ കൊന്നിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. നോക്കിയപ്പോഴത്തേന് ഓടിപ്പോകും. ഇത്ര നല്ല കുത്തു. പിന്നെ എനിക്ക് അടിക്കാൻ പറ്റിയില്ലായിട്ട് നല്ല ഡാമേജ്. ഞാൻ ഓടണ്ടായിരുന്നു. പെട്ടെന്ന് ഈ വന്നുകൊണ്ട് തന്നെ ഏടാ 7 വിളിച്ചിട്ട് പണ്ടേ കളിയും പോയി. പക്ഷെ അടിക്കാൻ പോലും പറ്റത്തില്ല. കുഴപ്പമില്ല. അടിക്കണം. ഏടാ യവന്മാർക്ക് തോന്നുന്നില്ല യവന്മാരെ കളിക്കുമെന്ന്. എടുത്താൽ മതിയായിരുന്നു. ചൂച്ചുവിൻ്റെ വണ്ടിയിലൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് കളിക്കുമെന്ന് ആർക്കറിയാം. അടിയടാ നോക്കി അടിക്കുന്നില്ല. റാൻഡം പ്ലേയേഴ്സുള്ള വിഷയം അതിൻ്റെ ഒരു ഉമ്മയില്ലല്ലോ. പോകാൻ ചെയ്യും. എൻ്റെ ഇടവിളി അവൻ്റെ ഇരിക്കുന്നേ. എൻ്റെ ഇടവിളിയും TW ലെജൻഡിൻ്റെയിലാണ്. TW ലെജൻഡിന് എങ്ങനെയും നമുക്ക് അടിച്ചിടാം. എന്നിട്ട് ഇടവിളിയും കരസ്ഥമാക്കണം. ഇതൊക്കെ മേക്കർ മാത്രമേ ഉള്ളൂ. ഓക്കെ കുഴപ്പമില്ല. നമ്മൾ മേക്കെടുത്ത് എങ്ങനെയെങ്കിലും അടിക്കണം. ഇതിൽ പീണെങ്കിൽ അവൻ 70 സ്വിച്ച് ചെയ്ത് ഒരു അടി അടിച്ച് പീണെങ്കിൽ അതിൻ്റെ മുമ്പ് നമ്മൾ എങ്ങനെയാണ് കുത്തി പൊക്കാൻ നോക്കാം. കുത്തി പൊക്കി ഹെഡ്ഷോട്ട് അല്ല നമുക്ക് കാര്യമുള്ളൂ. എന്തായാലും എനിക്ക് ലൈവ് ഇടാൻ സമയം. എനിക്ക് ലൈവ് ഇടുമ്പോൾ എന്തായാലും അമ്മേൻ്റെ റെഡിങ് എല്ലാം റെഡിങ് കൂടെ അന്നുണ്ട്. ലൈവിനകത്ത് വെച്ച് ഞാൻ കൊടുക്കുന്നതായിരിക്കും. എന്തായാലും ബാക്ക്ഗ്രൗണ്ട് കുറച്ച് വോയിസ് ഉണ്ടാകും. നിങ്ങളത് ശ്രദ്ധിക്കുക. ഫാനിൻ്റെ ചെറിയ ശബ്ദം എന്തായാലും കാണാതിരിക്കൂല. ഞാൻ ഉറച്ച് പറഞ്ഞോളാം ഇനി കാര്യങ്ങളൊക്കെ. ഫ്രണ്ടിലൊരു മൂക്കുണ്ട്. അവനാ ടീഡബ്ല്യൂ ജിന്നയിലും മറ്റവൻ ടീഡബ്ല്യൂ സ്നൈപ്പർ വെച്ച് സ്കോപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. അയ്യോ അതൊക്കെ ഏത് അലവരാതിയാണ് അവനടിക്കുന്നത് അവിടെ. ഇതേപോലത്തെ ഏതൊരു അപരാധികളാണ്. എടാ അപരാധികളെ ഇതൊക്കെ ഏതാണ് ഈ അപരാധികൾ?
ഈ അപരാധി എന്നല്ലേ എന്നെ അപ്പം ഏടാ ഇതൊക്കെ ഏവനാടാ നേരത്തെ ആദ്യത്തെ കളിച്ച് സെക്കൻഡ് കളിട്ട് പോവാ സെക്കൻഡ് കളി പോയിട്ട് നമ്മൾ ബാക്കിയുള്ള കമ്പാക്ക് അടിച്ചു ഇതാണെങ്കിലോ കണ്ടാലടിക്കാനും ഇത് കുറച്ചും കൂടി സപ്പോർട്ടീവ് ആയിരുന്നില്ലേ തോന്നിക്ക് മരന്തോ അലമ്പ് കളി കളിക്കുന്നു സെൽഫിഷ് കളിക്കുന്നു അടിയടാ അങ്ങോട്ട് ഞാൻ ആരെ ചന്ത കണ്ടിടാ വളേക്ക് പെടുത്തി പിടിച്ചു അതിപ്പോൾ അവൻ റിവ്യൂ അതും കൂടെ റിവ്യൂ ആ റിവ്യൂ ചെയ്യുന്ന മനസ്സാണ് മനസ്സ് എത്ര എടാ എങ്ങനെയാടാ ഉമാർ എങ്ങനെ റിവ്യൂ ചെയ്യാൻ ഇതിനകത്ത് കളി എടുക്കേണ്ട കഴിഞ്ഞ സമയം എത്ര വട്ടോടാ ഇവൻ റിവ്യൂ ചെയ്തേ ഏതോ ഒരുത്തൻ ശരിയായ റിവ്യൂവറാ എത്ര പേര് ചത്തരം കളി ബോധിക്കും അവരെല്ലാം റിവ്യൂ ചെയ്ത് വരുന്നുണ്ട് ഭയങ്കര ഇഷ്ടമുള്ള ഇതൊക്കെ എനിക്കാണെങ്കിൽ റഷ് ചെയ്യുമായിരുന്നു ഒരുത്തനും എല്ലാം ബുക്കിട്ട് റഷ് ചെയ്യും സിംഗിൾ ഏഴുകൂടെയാണ് എല്ലാവരും ബുക്കിടുന്നത് വന്ന് മുന്നിട്ട് പേടിച്ച് എന്താവസ്ഥയാണ് ഇതൊക്കെ ആണ് ഇതിലൂടെ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല നല്ല കണ്ണെടുക്കാലോ ഒത്തിരി ടിക്കറ്റ് ഏഴുപൊളിയാ നോക്കാം ഈ കളിയും കൂടെ നോക്കാം ഇനി എടുത്ത് കാണില്ല വേറെ എന്തെങ്കിലും കാണില്ല MP40 എടുക്കാം നമുക്ക് രണ്ടുകൂടി ഈയിടേക്ക് പിടിച്ചിട്ട് നമുക്ക് എന്തായാലും കളയാം എന്തായാലും ഈ കളിയോട്ട് എന്തായാലും പിടിക്കണം നമ്മൾ നല്ല കമ്പയൊക്കെ അടിച്ച് ഈ കളിയിൽ നമുക്ക് നേരത്തെ റിവെഞ്ച് ഉണ്ടായിരുന്നു അവർ റിവ്യൂ ചെയ്ത റിവെഞ്ചായി കളിക്കാം അതൊക്കെ അത്രയേ ഉള്ളൂ റിവെഞ്ച് നമ്മൾ ചെറിയ പാടാം NS പെയിനൊക്കെ എന്ത് കാട്ടവരാതി ഏതാണ് ഈ കാട്ടവരാതിക്ക് കാട്ടവരാതിയുടെയൊക്കെ കാര്യം എൻ്റെയൊക്കെ ഇതാ കുത്തിപ്പിടിക്കുന്നു അത്ര അടിക്കടി ഇതിട്ട് പോക്കിട്ട് ഞാൻ എന്തേലും ഇപ്പം ആരുടെ അടിക്ക് എടുക്കുന്നത് ഞാനേടാ ഈ കാട്ടവരാതിക്ക് വിളിച്ചിരുന്ന് ഒന്ന് സ്കോറ് വെച്ചൊന്ന് കുത്തിപ്പിടിച്ചല്ലേക്കുന്നു എടാ ഇമോട്ട് അടിക്കുന്നോടാ ഹീറോയും പിന്നെ നീ അല്ല ലെജൻഡ് നീ എന്ത് മറിച്ചരാ അടിച്ചടാ എന്തുവാടാ നീയൊക്കെ മുത്തേ എന്തുവാടാ ഇത് ഒന്നാമത്തെ റൗണ്ട് ആകെ കിട്ടിയത് പണ്ടാര് ഈ സ്ഥലമൊന്നും വേണ്ടിയിരുന്നു എനിക്ക് ആണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സ്ഥലവും കൂടെ അങ്ങനെ നമ്മൾ അപമാനിക്കാം എന്തോടെ കുത്തിപ്പിടിക്കും ത്രോകണ്ണി ഇനി കുറേ എണ്ണമുണ്ട് ഡെയിലി ത്രോണിട്ട് കുത്താൻ എന്തായാലും നമ്മൾ P90 എന്തായാലും ഇവിടെ ഇറങ്ങിയെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇതൊരു കാട്ടവരാതെ എനിക്ക് കിട്ടിയിട്ട് അതൊക്കെയാണ് ശരിയായ അവരാണത് പിന്നെ അവിടെ ഒരു ഒപ്പോണൻ്റ് ഇല്ല അവിടെ 150 ഒന്നും കയറുന്നില്ല ഇനി അല്ല എന്തായാലും ഒരുപാട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല 160 ഉണ്ട് ആക്കിയിട്ട് ഇവിടെ തന്നെ കിട്ടി ആടാ കാട്ടിൻ്റെ രണ്ട് കാട്ട ടീമിനെ വൈപ്പാകാൻ 150 കൊടുത്തിട്ട് അത്ര ഉള്ള എടാ എന്തവസ്ഥയാടാ ഇത് എടാ തോറ്റടാ എന്തവസ്ഥയാ എടാ ഞാനാണ് 3 കില്ല് അവനാടെ പോയിന് എന്തവസ്ഥ ഇതൊക്കെ ഗിരിയ നിങ്ങളിങ്ങനായിപ്പോയത് ചെക്ക വന്നിട്ടുണ്ട് കൂപ്പർ മച്ചാൻ വന്നിട്ടുണ്ട് കൂപ്പർ മച്ചാൻ്റെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ പോയി ഇൻസ്പെക്ട് ചെയ്ത് നോക്കി
ഈ പടമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരു കളിയും കൂടെ കളിക്കാം. എന്തായാലും അവൻ വരട്ടെ. ഒരു കളിയും കൂടെ. ഇപ്പം എന്താ അവസ്ഥ മുത്ത് ഇതൊക്കെ? ഇതിൽ ആളുണ്ടോ? എന്തായാലും ആളുണ്ടെന്ന് തോന്നുന്നു. എടുക്കൂലെന്ന് തോന്നുന്നു. ഒരു കളിയും കൂടെ. ഈ കളി ഞാൻ പോയി. അവൻ അരമണിക്കൂറായി വീഡിയോ ഇട്ടിട്ട്. അരമണിക്കൂർ പോയി. ഇതിനകത്ത് ഏതവന്മാരൊക്കെയാണ്. സൂപ്പർ വലിച്ച് നീട്ടി വലിച്ച് നമ്മൾ രീതിക്കും വലിച്ചിട്ടുണ്ട്. പ്രോ ഡ്രസ്സും ഒരു ലീഡർ ബോർഡൊക്കെ ഉള്ളത് അവനാണ്. അവൻ MB40 ആണ്. പക്ഷെ MB40 ഇല്ല. MB40 ഇല്ല. എന്തായാലും ഇടുക്കിയിലാണ് നമ്മളും കയറിയത്. അത് വന്നിട്ട് കാണിച്ച് ഇത് 3 തന്നെയാണ് മൊത്തം ഒറിജിനൽ. അതിൽ ഒരു തന്നെ എല്ലാ കളിയും കിട്ടും സീരീസിനകത്ത്. ഇത് എണ്ണോ കഴിഞ്ഞ പിന്നെ ഇതുവരെയായിട്ടും ഒരു മാച്ച് 2 മാച്ച് കളിച്ചിട്ട് ഒരു എക്സമേറ്റ് തന്നില്ല കേട്ടോ. എക്സമേറ്റ് എന്നാൽ പിന്നെ അതിനെ എടുക്കത്തില്ല. എന്നാൽ എക്സമേറ്റ് കഴിഞ്ഞാൽ എക്സമേറ്റ് വെച്ച് അത്യാവശ്യം കളിക്കും. കില്ല് കുറേ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ കുമ്മാ അതിൻ്റെ ഇടയിലും ചെയ്യാൻ വേറെ ഇതിൻ്റെ ഇടയിൽ ഒരുത്തനും ഇല്ലടാ. എനിക്കില്ല മാച്ചൊക്കെ. അതാ നിൽക്കുന്നില്ല. ഇങ്ങനെ അവൻ്റെ ഇതിൽ ഉണ്ടാകുമ്പോൾ ചെയ്യും. അവൻ പറയാം ഏത് കാര്യമാണെന്ന് എൻ്റെ വെന്നില്ല അത് മറ്റേ ഒറിയോ ഒട്ടില്ലെങ്കിൽ എൻ്റെ ഇല്ല കിട്ടൂല. നമ്മളെടുത്തിട്ട് ഈ കളിയും കൂടെ കളിച്ചിട്ട് നമ്മൾ നിർത്തി. ഈ കളി കളിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 9:21 രാത്രി സമയമായിട്ടുണ്ട്. 21. എന്തായാലും നമുക്ക് M8 തരാനുള്ള ഈ റൗണ്ട് എടുത്തേക്കാം. M8 ഇടണോ പിണൈൻ ഇടണോ? അതേപോലെ പാരഫിലുണ്ട്. പാരഫിലും ഉണ്ട്, സ്കാറുണ്ട്. നമുക്ക് എന്തായാലും സ്കാർ എടുത്തേക്കാം. സ്കാർ എടുത്തിട്ട് ഒരു ചെറിയ ഐക്യമോൻ്റെ ഒന്നും ഇട്ടാരോ. സ്കാർ എടുത്തിട്ട് ഫ്രണ്ടോട് ഈ സ്നോ അറിയാം. എടാ ഈ സാധനം എടുക്കുക. ഈ സ്നോ അറിയാം. എന്നിട്ട് സ്മോക്ക് അറിയാം. എന്നിട്ട് അവനങ്ങ് അടിച്ചങ്ങ് ഗോൾഡൻ ഞമ്മട്ടെ. പക്ഷെ ഗോൾഡൻ ഇമേജ് കുറേ പേർക്ക് ലക്കിനടിച്ചിട്ടുണ്ട്. ലക്കിൻ്റെ ചെത്തായിരുന്നു അതിൻ്റെ. ഇതെന്തോടെ ആദ്യത്തെ കളി തന്നെ നമ്മുടെ ടീമായിട്ട്. എടാ സാധനമാണ്. എടാ അതെങ്ങനെ അടിച്ചത്? എടാ അവൻ എടാ മുത്തേ അത് എടാ നീസാണ്. ഇമോട്ട് ബ്രോ, ഇമോട്ട് അടിച്ചവന്. ഇങ്ങനെ നേരത്തെ കളിയും വന്നെന്താ അവസ്ഥയാണ് ഇതൊക്കെ? എടാ നല്ല രീതിയിൽ കളിയുന്ന ടീമേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. എന്താ അവസ്ഥ? അതൊന്നും കളിക്കൊന്നുമില്ല. പിന്നെ കളിക്കണം. 520 ഡാമേജ് അവനാണെങ്കിൽ വെറും അങ്ങനെ തന്നെ. മറ്റവൻ എന്തോടാ സാധനം എല്ലാവരും അവൻ അടിച്ചല്ലോ. എൻ്റെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒറിയാണ് കുറച്ച് നേരത്തെ കുറച്ച് ചെറിയ സ്പീഡിന് പോകാൻ പറ്റും കേട്ടോ. ഒറിയാണ്ട് ചെറിയ സ്പീഡ് കിട്ടും. പിന്നെ MB5 എടുക്കാൻ നോക്കും. അതിൻ്റെ ഇടയ്ക്ക് എന്നെ എടുക്കാൻ അടിക്കും. അവനല്ലേടാ മറ്റവനെ നേരത്തെ അടിച്ചിട്ടാണ്. തീ എടുക്കില്ല അങ്ങനെ ഒറിയോ കേട്ടോ. അവൻ താഴ്ചാണോ അവൻ്റെ ടീമിലാ എല്ലാം ചത്തി. ഒന്നുമായിട്ട് കയറി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ അടുത്ത ഡാം അതിൻ്റെ ഇടയ്ക്ക് എന്നെ കൊല്ലാൻ ധൃതിയായില്ല. എടാ അവൻ എന്തോ സാധനം. അവൻ എന്തുവാണ് അവൻ തനിയലൊക്കെ. എടാ എനിക്ക് കലി വരുന്ന എന്തുവാടാ അവനെങ്ങനെ 2 കളിയാ. ഒന്നാമത്തെ കളി അടിച്ചത് പോട്ടേ നിൽക്കുക. അതും അവിടെ നിന്നുണ്ട്. ഇതെന്തുവാടാ അവൻ ചറവറ എങ്ങനെ ചുരടിക്കുന്നു? ഇതെന്തോ സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നേ. ഇമാരല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ അവൻ എങ്ങനെ അടിക്കുന്നേ?
കുഴപ്പമില്ല ബ്രോ, ഇനി റൗണ്ട്സ് ഉണ്ടല്ലോ. ഇതിലെന്തായാലും അവൻ അടിച്ചിട്ടിരിക്കും മുത്തേനെ. ഇതെന്താ അവൻ ഉറപ്പായിട്ട് എടുക്കും. ഏഴപ്പിളിരിക്കാൻ എൻ്റെ കോൺഫിഡൻസ് അല്ലേ ബ്രോ, ഈഗോയാ ബ്രോ, ഈഗോ. എന്തായാലും അവന്മാർ പണിയിരിക്കുന്നത് അത് ഉറപ്പ്. ഇത് അങ്ങനെ പണ്ണാകുമ്പോഴത്തേക്കാണ് പണിയ. പണ്ണ് വാങ്ങിച്ചിട്ടില്ല പോത്തു. അവൻ തന്നെ ഉറപ്പ്. അവൻ താഴെയോ, ഞാൻ താഴ്ചടി അവൻ ചത്തോ. ചാടാ എടാ അയ്യോ എടാ എടാ 14 HP പണ്ടാരം പിടിക്കാനായിട്ട് എന്താ അവസ്ഥയാണ് ഇതൊക്കെ. നൈസറാ, നിന്റെ അടുത്തൊക്കെ എനിക്ക് റഷ് ചെയ്യുന്നറാ. തിരിഞ്ഞു നോക്കാതെ അവനെ പൈസ ഇട്ടാൻ കുത്തിപ്പിടിച്ച്. എന്തുവാണാ നീ കാണിക്കുന്നേ? അലമ്പ് കളി. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ടീമേറ്റ് അവനെ ലോങ്ങിയെ സപ്പോർട്ട് ചെയ്യുന്നു. എനിക്കെൻ്റെ ടീമേറ്റോ ഏതോ വെളയിൽ പോയി കിടന്ന് അവൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതെന്തോ ഒരു കൊള്ളാലോ സംഭവം തോന്നുന്നു. ഇത്രയും എന്തുവാടാ ഇത്? 12 ബുള്ളറ്റോ? ബുള്ളറ്റ് എന്തായാലും ഇതെടുത്തുകൊണ്ട് പോകുന്നത്. പൂവായിട്ട് ബുള്ളറ്റ് ചെയ്യുക. ഇവൻ അടിച്ചിട്ട് ഇവൻ എന്തായാലും ഉറപ്പടിച്ചു സൂപ്പറാണ്. എന്തായാലും അവൻ ഈ കളി എടുത്തിട്ടേ പോകുള്ളൂ. ഞാൻ അവൻ അടിച്ചൊരു ഇങ്ങോട്ടും കുത്താൻ ഞാനൊന്നും പോകത്തില്ല. ആദ്യമേ നമ്മൾ പോയി ചാവാൻ പാടില്ല. അവന്മാരെവിടെ ഉണ്ടെന്നും അറിയാം. അവന്മാരിപ്പോൾ ഇത് മറ്റവനല്ലേടാ. ഞാനെന്താണ് വാടാ ഇത്രേ ഉള്ളൂടാ. ഇത്ര ഓവർ കോൺഫിഡൻസ് അവൻ എന്നെ അടിക്കാൻ വന്നിരിക്കുന്നു. അവൻ എന്നെ അടിച്ചവൻ അങ്ങനെ പോകത്തില്ല, അവനങ്ങനെ വിടത്തില്ല. ഞാനങ്ങ് അവൻ ഇനി അനുഭവിക്കുന്നതേ ഉള്ളൂ. മുത്തുമണി അവൻ ഇനിയും ഉണ്ട് അനുഭവിക്കാനാണ്. അവനെ ഞാനൊന്ന് ഉറക്കത്തില്ല. അവനെ സ്വർഗനാന്ന് കാണിപ്പിച്ചിരിക്കും. അവനെ നമ്മളിന്ന് സ്വർഗം കാണിക്കും. വെറുതെ അല്ല നമ്മൾ ഈ ജോക്കർ വണ്ടിയിലിട്ടിരിക്കണത്. ഒന്നുകൂടെ ഫ്രണ്ട് എന്തായാലും നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ആ സാധനം ക്യാച്ച് മൂന്നരക്കും അതിൻ്റെ ഇടയ്ക്ക് അമ്മൻ്റെ ബുദ്ധി നോക്കി എനിക്കൊരുക്കും നല്ലതാണ്. അവന് ലൊക്കേഷന് മാറ്റം ഉറപ്പായിട്ട് ഞാൻ വരുമെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവിടൊന്നും ഇല്ലേ?
അതാവുള്ളൂ ശരി. അതിൻ്റെ ഇടയ്ക്കൊരു അതാണ് ശരിയാവുക. അവൻ സോണിനകത്ത് എറിച്ചെത്തി. നമുക്ക് റിമോട്ട് കൊടുക്കാം. ചെയ്യാൻ പറ്റുമോ? എന്തായാലും പ്രോപ്പറായിട്ടായിട്ട് നമ്മൾ അടിക്കാം. ഒരു പ്രോപ്പറാകുമ്പേ പ്രോപ്പറായിട്ട് ശരിക്കും പ്രോപ്പറാണ്. അത് ചാർജ് എത്രയാണ് നോക്കേ. എന്തായാലും ഈ കളിയും കൂടെ ഇത് ഫൈനല്ല. അല്ലെങ്കിൽ സൂപ്പർ നിൽക്കുകയാണെങ്കിൽ ഒരു കളിയും കൂടെ കളിക്കും. ഇത് ഫൈനലാണ്. ഈ കളി എന്തായാലും പേടിച്ച് 120 സ്റ്റാർ മതി. നമുക്ക് നാളെ ഒന്നും കൃഷി ചെയ്ത് കയറ്റാം. അയ്യോടാടാ റിവ്യൂ അടിച്ചുവിടാടാ, റിവ്യൂ അടിക്കടാ. അയ്യോ ഓടാ മുത്തി ഇപ്പോഴൊന്നും ചാവല്ലേ. അയ്യോ ചത്തറാടാ. 2 സ്നൈപ്പറും കൂടാ വലിച്ച ഓരോ റിവ്യൂ കഴിഞ്ഞ കഥ. എന്തിനാണ് ജീവിച്ചില്ല. എനിക്ക് സ്കോപ്പ് ചെയ്തിരിക്കാൻ നമുക്ക് കുറച്ച് ചെയ്യുന്നുണ്ട്. ഇതാരാ? അയ്യോ ചാട 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 ചാട. എന്താ അവസ്ഥ? ആണോ ഓടാ. എന്തുവാ ഗിരീന നിങ്ങൾ ഇങ്ങനായിപ്പോയേ. എടാ സ്റ്റാർ പോയടാ എൻ്റെ. വീണ്ടും പഴയ സ്റ്റാർ ആയിട്ട് എന്താ ഇട്ടിരിക്കുന്നേ. എന്തിനാണ് നീ എനിക്ക് ഇഷ്ടേ. നമ്മളെ കൂപ്പർ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെക്കൻ തന്നിട്ടുണ്ടോ? വീടുള്ള എനിക്ക് കുഴപ്പമില്ല. നമുക്കൊന്ന് സ്പെക്കിങ്ങിൽ പോയിട്ട് വരാം. പാട്ടൊക്കെ പാടുന്നുണ്ടോ? നമ്മള് പാട്ടൊക്കെ പാടി പാട്ടുകാരനായി മാറി. എന്തുവാ എന്തുവാണ് നെറ്റെന്നൊക്കെ പറയുന്നേ. എന്താ ഇതിനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ യൂട്യൂബർ തന്നെ അപമാനിക്കാവില്ല നിങ്ങൾക്ക്. എനിക്ക് എനിമീസിന് ഒരു കുറേ അപമാനിക്കും. ഇതെന്തുവാടാ ഞാൻ ഗെയിം പ്ലേയിലൊക്കെ ഇതെങ്ങെന്താ എവരേതായാലോ ആടാ അവനൊക്കെ പൊതിക്കാനായാലും പൊതിച്ചോറ് വാങ്ങിച്ചിന്നടാ പയ്യൻസ്. അല്ല തരാറുണ്ടല്ലോ എന്താ ഞാൻ മാച്ചിന് പോകുന്നു ഇറങ്ങിപ്പോകുന്നു. വാട്ടേ ഗരീന വാട്ട് ഇതിലൊരു കിട്ടിയതാ ഒരു സ്റ്റാർ 2 സ്റ്റാർ പോയി. വണ്ടിയിൽ വേണ്ടേ വേണ്ട വേറെ വല്ലോട്ട് പൊക്കോളാൻ ഗരീന. ഇങ്ങനെ ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഗരീന. നിങ്ങൾ മോശം കുറച്ച് സ്പിന്നിങ് ആവില്ല. എന്തായാലും ഞാൻ ഇപ്പം പോവും. എടുത്തു വെച്ച എന്തായാലും ഇത് എന്തായാലും ഇപ്പുറം പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ക്രാഫ്റ്റ് ലാൻഡും പോവാം. 2 പോയാലോ? 2 കൂടെ പോവാം. ഇത് ഇനി
ബാക്ക് ഇറങ്ങുമെന്നും അറിയത്തില്ല, എന്നാലും പോയിട്ടുണ്ട്. പറയാൻ നമ്മളിവിടെ അത്യാവശ്യം ലെങ്തായി പോയി. അതില്ല നിങ്ങളാണോ എനിക്ക് നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്തിട്ട് നോക്കി നമുക്ക് ലൈവ് ഇടാൻ പറ്റാത്ത കുഴപ്പമില്ല. എന്നെങ്കിലും ഒന്ന് പോവാം. എനിക്ക് പണ്ടാരം പോട്ട് അതെന്തായാലും ഒരു പേടിച്ചിട്ടാവും എനിക്കാണ് രാവിലെ പരീക്ഷ ഉള്ളത് നമ്മൾ പറ്റാത്ത ചെയ്യാൻ കൊടുക്കും. അതായത് നമ്മൾ നമുക്ക് വണ്ടാരെ ട്രൈ ചെയ്ത് നോക്കിയത്. വണ്ടാരെ പ്രോ ആയതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ബോട്ടല്ലേ ഉള്ളത്. മാച്ചിന് കളിച്ചിട്ട് കാര്യം അല്ല, അത് ബോർഡിനടിച്ചിട്ട് ഞാൻ എന്ത് കേൾക്കാമോ? ഹലോ കൂപ്പറെ കേൾക്കാമോ? ഹലോ കൂപ്പറെ കേൾക്കാമോ? ഹലോ കൂപ്പർ പോയത് എൻ്റെ അടുപ്പിലെ നെറ്റ് എന്തുവാണ്? അടുപ്പിലെ നെറ്റ് ഇല്ലാത്ത ഉണ്ടോ ഇല്ലയോ? ടീച്ചറോ ഇതൊക്കെ എന്തുവാടാ ഇതൊക്കെ? ഈ ബോട്ടുകൾ എതിർട്ടീന് വരുന്നോണ്ടാണ് നെറ്റില്ലാത്ത ബോട്ടുണ്ട്. നെറ്റില്ലാത്ത ബോണി അടിച്ചു നെറ്റുള്ള ബോട്ടുണ്ടായിരുന്നു. പിന്നെ അവനടിച്ചിട്ടാണ് അയ്യോ അയ്യോ അവനെന്താ പറയുന്നു? പിന്നെ പെട്ടു പിടിച്ചു അല്ല കുത്തിപ്പിടിച്ചാണ്. സ്റ്റാർ ഗെയിം യങ് ടൈം പൊളിച്ച പൊളിച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം.